ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. നാരായണം നമസ്കൃത്യ നരം ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 10ാമത്തെ അധ്യായം. അത് ദശമോധ്യായഃ. ഭഗവാന്റെ ദ്വാരകാഗമനം. ശൗനകോവാച ഹത്വാ സ്വരിക്തവൃതമാദദായിനോ യുധിഷ്ഠിരോ ധർമ്മഭൃതാം വരിഷ്ഠ സഹാനുജേ പ്രത്യവരുദ്ധഭോജന കഥം പ്രവൃത്ത കിമകാരശീതദാ. ശൗനകൻ പറഞ്ഞു, തൻ്റെ ധനത്തെ അപഹരിക്കാൻ വേണ്ടി യുദ്ധത്തിനൊരുങ്ങിയ ശത്രുക്കളെ സംഹരിച്ച് രാജ്യം വീണ്ടെടുത്ത ധർമ്മിഷ്ഠന്മാരിൽ വെച്ച് ഉത്തമനായ യുധിഷ്ഠിരൻ വീണ്ടും വന്നു ചേർന്ന ഭോഗങ്ങളോട് കൂടിയവനായിട്ട് അനുജന്മാരോടൊപ്പം എങ്ങനെ പ്രവർത്തിച്ചു? അവർ പിന്നെ എന്ത് പ്രവൃത്തി ചെയ്തു? സൂതവാച വംശം ഗുരോർവംശതവാഗ്നി നിർഹൃതം സംരോഹയിത്വാ ഭവഭാവനോഹരി നിവേശയിത്വാ നിജരാജ ഈശ്വരോ യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ. സൂതൻ പറഞ്ഞു, വംശമാകുന്ന കാട്ടുതീയാൽ ദയിപ്പിക്കപ്പെട്ട കുരുവംശത്തെ ലോകക്ഷേമം വരുത്തുന്ന ഭഗവാൻ കൃഷ്ണൻ വീണ്ടും തണുപ്പിച്ചു. ധർമ്മപുത്രരെ രാജാവായി അവരോധിച്ചതിൽ വളരെ സന്തുഷ്ടനായി തീർന്നു. ഇവിടെ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് കുരുവംശത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചതും കൃഷ്ണൻ കുരുവംശത്തിന്റെ വംശരക്ഷയ്ക്കായി സുദർശന ചക്രം പ്രയോഗിച്ച് പരീക്ഷത്തിനെ രക്ഷിച്ചതും സൂചിപ്പിക്കുന്നു. നിശമ്യ ഭീഷ്മോക്തമതാച്യുതോക്തം പ്രവൃത്ത വിജ്ഞാന വിദൂത വിഭ്രമ ശശാസകാമിന്ദ്ര ഇവാജിതാശ്രയ പരിദ്യുപാന്താം അനുജാനുവർത്തിത. ഭീഷ്മരുടെ ഉപദേശവും ശ്രീകൃഷ്ണന്റെ ഉപദേശങ്ങളും കേട്ടപ്പോൾ തന്നിൽ ഉണ്ടായിരുന്ന അജ്ഞാനം പ്രവർത്തിച്ച് ഇല്ലാതായി. അതിൽ നിന്നുമുണ്ടായ ഞാനെന്ന മോഹം നശിച്ച് യുധിഷ്ഠിരൻ വിജ്ഞാനത്തോടു കൂടിയവനായി തീർന്നു. അനുജന്മാരോടുകൂടി ചേർന്ന് സ്വർഗത്തെ ദേവേന്ദ്രൻ എപ്രകാരമോ അപ്രകാരം സമുദ്രമാകുന്ന അതിർത്തിയോടുകൂടിയ ഭൂമിയെ പരിപാലിച്ചു. കാമം വൃഷവർജന്യ സർവകാമതുകാമഹി ശിശുജൂസ്മവ്രജാൻകാവ പയസോദസ്വതീർമുദ. യുധിഷ്ഠിരന്റെ ഭരണകാലത്ത് മേഘങ്ങളിൽ നിന്നും നല്ല മഴ കിട്ടി. ഭൂമി ആഗ്രഹിച്ചതെല്ലാം നൽകി. തടിച്ച അകിടുള്ള പശുക്കൾ ധാരാളം പാൽ നൽകി. ഗോശാലകളിൽ തന്നെ അഭിഷേകം ചെയ്തു. നദ്യസമുദ്രാഗിരയ വനസ്പതി വീരുത ഫലന്ത്യോഷധയ സർവാകാമം കാമമൺഋതു തസ്യവൈ. നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, വൃക്ഷങ്ങളോടുകൂടിയ ലതകൾ, ഔഷധികൾ ഇവയെല്ലാം എല്ലാ ഋതുക്കളിലും സമുദ്രമായ ഫലങ്ങൾ നൽകി. നദികൾ നിമിത്തം വിളസമൃദ്ധി, സമുദ്രങ്ങളിൽ നിന്നും രത്നങ്ങൾ, പർവ്വതങ്ങളിൽ നിന്നും ധാതുക്കൾ, വൃക്ഷങ്ങളിൽ നിന്നും ധാരാളം പഴങ്ങൾ, വല്ലികളിൽ പുഷ്പങ്ങൾ, ഔഷധികളിൽ നിന്നും ധാന്യങ്ങൾ എന്നിവ സമൃദ്ധമായി ലഭിച്ചു എന്നു സാരം. നാദയോ വ്യാദയ ക്ലേശ ദൈവഭൂതാത്മഹേതവ അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞി കർഹിച്ചിത്. അജാതശത്രുവായ ധർമ്മപുത്രർ രാജാവായിരുന്നപ്പോൾ പ്രാണികൾക്ക് മനോദുഃഖങ്ങളൊന്നുമില്ല. ശീതോഷ്ണാദികൾ നിമിത്തം രോഗങ്ങളില്ല. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ താപത്രയം കൊണ്ടുള്ള ദുഃഖങ്ങളും ഇല്ല. ഉഷിത്വാ ആസ്തിനപുരേ മാസാൻ ഗതിവയാൻ ഹരിഹി സുഹൃദാം ജ വിശോകായ സ്വസുശ്ച പ്രിയകാമയ ആമന്ത്ര്യ ചാപ്യനുജ്ഞാത പരിഷ്വജ്ജ വിവാദ്യതം ആരുരോഹരതം കൈസ്യേ പരുഷോക്തോ വിവാദിത. ശ്രീകൃഷ്ണൻ കുറേ മാസങ്ങൾ സഹോദരിക്ക് ഇഷ്ടം ചെയ്യണമെന്നുള്ള ആഗ്രഹത്താലും സുഹൃത്തുക്കളുടെ ദുഃഖങ്ങളെല്ലാം മാറുവാൻ വേണ്ടിയും ഹസ്തിനപുരത്തിൽ വസിച്ചു. പിന്നീട് എല്ലാവരെയും ആലിംഗനം ചെയ്തു. ചിലരെ അഭിവാദ്യം ചെയ്തു. അവരുടെ എല്ലാം അനുവാദത്തോടെ യാത്രയ്ക്ക് തയ്യാറായി രഥത്തിൽ കയറി. സുഭദ്ര, ദ്രൗപദി, കുന്തി, വിരാടതനയാ തഥാ ഗാന്ധാരി ധൃതരാഷ്ട്രശ്ച യൂയോത്സോർ ഗൗതമോ യമോ ഭൃഗോദരശ്ച ദൗമ്യശ്ച സ്ത്രിയോ മത്സ്യതുദാദയഃ ന സേഹിരേ വിമുഹ്യന്തോ വിരഹം ശാർഗധന്വന. സുഭദ്ര, ദ്രൗപദി, കുന്തി, ഉത്തര, ഗാന്ധാരി, ധൃതരാഷ്ട്രർ, യൂത്സു, കൃപർ, നകുലൻ, സഹദേവൻ, ഭീമൻ, ദൗമ്യൻ, സത്യവതി
എന്നിവരെല്ലാം മോഹനിമിത്തം, അതായത് കൃഷ്ണഭക്തി നിമിത്തം കൃഷ്ണന്റെ വേർപാട് സഹിക്കാൻ കഴിയാത്തവരായി തീർന്നു. സത്സംഗാൻ മുക്ത ദുസ്സംഗോ ഹാതും നോൾ സഹദേ ബുധ കീർത്യമാനം യശോയസ്യ സഹൃദാകർണ്യരോചനം. സത്സംഗം കൊണ്ട് മോചിപ്പിക്കപ്പെടുന്ന ദുസ്സംഗത്തോടു കൂടിയ വിദ്വാൻ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന യാതൊരാളിൻ്റെ കീർത്തിയെപ്പറ്റി കേട്ടിട്ട് ആ സാധുക്കളെ വിട്ടുപോകാൻ അശക്തനായിത്തീരുന്നു. സാധുക്കളോട് സത്സംഗം ഉണ്ടാകുമ്പോൾ ഒരുവന് ഒഴിക്കാൻ കഴിയാത്ത പുത്രാദി ബന്ധാദി ബന്ധങ്ങളിൽ നിന്ന് മോചിതനായിത്തീരുന്നു. ആ സാധുക്കൾ കീർത്തിക്കുന്ന ശ്രീകൃഷ്ണന്റെ യശസ്സിനെ പറ്റി കേട്ടിട്ട് ഇനിയും കേൾക്കണം എന്നുള്ള ആഗ്രഹത്താൽ ആ സാധുക്കളെ പിരിയാൻ ശക്തിയില്ലാത്തവരായി തീരും എന്ന് സാരം. തസ്മിൻ നസ്തദീയപ്പാർത്ത സഹേരൻ വിരഹം ഗതം ദർശന സ്പർശന സല്ലാഭ ശയനാസന ഭോജനേഹി. ഇത്രയും മഹാത്മ്യമുള്ള കൃഷ്ണഭഗവാനിൽ ബുദ്ധിയെ ഉറപ്പിച്ചിരിക്കുന്ന ആ കുന്തിപുത്രന്മാർ ഭഗവാന്റെ ദർശനം, സ്പർശനം, സംഭാഷണം, ശയനം, ആസനം, ഭോജനം ഇവയിൽ മനസ്സിനെ വ്യാപിച്ചിരുന്നതിനാൽ ആ ഭഗവാന്റെ വേർപാട് എങ്ങനെ സഹിക്കും? സർവേത്തെ അനിമിഷേ രക്ഷേ തൈമനുദ്രുത തേജസ ചേതസ വീക്ഷന്ത സ്നേഹ സംബന്ധ വിജേലു തത്ര തത്ര. സർവേദേ അനിമിഷേ രക്ഷേസ്തം അനുദ്രുത ചേതസ വീക്ഷന്ത സ്നേഹ സംബന്ധ വിജേലു തത്ര തത്ര. സ്നേഹപാശത്താൽ ബന്ധിക്കപ്പെട്ടിരുന്ന അവരെല്ലാം ഭഗവാനെ അനുഗമിക്കുന്ന മനസ്സോടുകൂടിയും നിർനിമേഷരായി ഭഗവാനെ നോക്കിക്കൊണ്ടും ഭഗവാന്റെ ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. നിരുന്തൻ ഉത്ഗളത് ബാഷ്പം ഔത്കണ്ഠ്യ ദേവകീസുതേ നിര്യാദ്യകാരാനോ അഭദ്രം ഇതി സ്യാത് ബാന്ധവസ്ത്രീയ. പാഞ്ചാലി, സുഭദ്ര മുതലായി ബന്ധുത്വമുള്ള സ്ത്രീകൾ ശ്രീകൃഷ്ണൻ ഗൃഹത്തിൽ നിന്ന് പോകുമ്പോൾ കരയുന്നത് അമംഗളമാണെന്ന് വിചാരിച്ച് അസഹ്യമായി വിരഹദുഃഖത്താൽ നിറഞ്ഞൊഴുകാൻ തുടങ്ങി കണ്ണുനീരിനെ തടഞ്ഞു നിർത്തി. മൃദംഗശങ്കഭേര്യശ്ച വീണ പണവഗോമുഖാഃ ദുന്ദുര്യാനകണ്ഠാദ്യ നേതോർദുന്ദുഭയസ്തദാ. മൃദംഗം, മദ്ദളം, ഭേരി, വീണ, പണവം, ഗോമുഖം, ദുന്ദുരി, ആനകം, ഘണ്ഠ, ദുന്ദുബി മുതലായ വാദ്യങ്ങൾ ഭഗവാന്റെ എഴുന്നള്ളത്ത് ആഘോഷിക്കാനും ഭക്തിയെ പ്രദർശിപ്പിക്കാനുമായി ഒരേ സമയം മുഴക്കി. പലതരം വാദ്യവിശേഷങ്ങൾ, അതാണ് ഇവിടെ ബേരി, പെരുമ്പറ, പണവം, നടമിഴാവ്, ഗോമുഖം, പശുവിൻ്റെ മുഖം പോലുള്ള വാദ്യം, ദുന്ദുബി പറയുമ്പോൾ ദുംദും ശബ്ദമുള്ള പെരുമ്പറ, ആനകം പറയുമ്പോൾ പടഹം, ഘണ്ഠ പറഞ്ഞ ചേങ്ങില. പ്രസാദശിഖരാരൂഢ കുരുനാരൂദക്ഷയ വവൃക്ഷു കുസുമേ കൃഷ്ണം പ്രേമവ്രീഡാസ്മിദേക്ഷണ. കുരുവംശനാരിമാർ കൃഷ്ണനെ കാണാനുള്ള ഇച്ഛ കൊണ്ട് അവരവരുടെ മാളികൾക്ക് മുകളിൽ കയറി സ്നേഹത്തോടും പുഞ്ചിരിയോടും ലജ്ജയോടും കൂടിയ നോട്ടങ്ങൾ കൊണ്ട് കൃഷ്ണന് നേരെ പുഷ്പവൃഷ്ടി നടത്തി. സീതാതപത്രം ജഗ്രാഹ മുഗ്ധാധാമ വിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശ പ്രിയ പ്രിയതമസ്യ. ഇഷ്ടനായ അർജുനൻ ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണന് മുത്തുമാലകൾ കൊണ്ട് അലങ്കരിച്ചതും രത്നദണ്ഡമുള്ളതുമായ വെൺകൊറ്റക്കൂട പിടിച്ചു. അഹോ അർജുനന്റെ ഭാഗ്യം. ഉദ്ധവസാധ്യകിശ്ചൈവ വ്യജനേ പരമാത്ഭുതേ വികീര്യമാണ കുസുമേ വേജേ മധുപതിപതി. ഉദ്ധവനും സാത്യകിയും അത്യാശ്ചര്യകരമായ ചാമരങ്ങൾ വീശി. മധുപതിയായ കൃഷ്ണൻ വഴിയിൽ അതതിടങ്ങളിലെ പുഷ്പവർഷങ്ങൾ കൊണ്ട് ശോഭിച്ചു. അശ്രൂയന്താശിഷസ്തത്യ തത്ര തത്ര ദിജേരിത നാനുരൂപാനുരൂപാശ്ച നിർഗുണസ്യ ഗുണാത്മന. ഗുണബന്ധമില്ലാത്തവനാണ് എങ്കിലും ഗുണസ്വരൂപനായി മനുഷ്യരൂപമെടുത്ത പരമാത്മാവിന് ഒരു രൂപമല്ലാത്തവയും എന്നാൽ അനുരൂപമായതും സബലങ്ങളുമായ ആശീർവചനങ്ങൾ അവിടെവിടെ ബ്രാഹ്മണരാൽ പറയപ്പെട്ടു. കൃഷ്ണൻ നിർഗുണനായ പരമാത്മാവാണ്. പരമാത്മാവിന് സുഖി ഭവ വിജയീ ഭവ തുടങ്ങിയ ആശീർവചനങ്ങൾ അനുരൂപമല്ല എന്നാണ് പറയണത്. ഇപ്പോൾ പരമാത്മാവ് സഗുണരൂപത്തിൽ കൃഷ്ണനായിരിക്കുന്നു. അതിനാൽ ഈ ബ്രാഹ്മണരുടെ ആശീർവചനങ്ങൾ യോജിച്ചതുമാണ് എന്നർത്ഥം. അന്യോന്യമാസീത് അഞ്ചൽപ ഉത്തമ ശ്ലോകചേതസാം കൗരവേന്ദ്രപുരസ്ത്രീണാം സർവശ്രുതി മനോഹര. ഉത്തമ ശ്ലോകനായ കൃഷ്ണനിൽ പതിഞ്ഞ മനസ്സോടുകൂടിയ കൗരവപുരത്തിലെ സ്ത്രീകൾ കേൾക്കുന്ന സർവരുടെയും ചെവികളെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുന്ന വിധത്തിൽ അന്യോന്യം സംഭാഷണം ചെയ്തു. സവൈകിലായം പുരുഷ പുരാതനോയേകാസീത വിശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗതാത്മനീശ്വരേ നിമീലിതാത്മൻ നിശിസുപ്തശക്തിഷു. ഏതൊരു പരമാത്മാവ് ഗുണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് സർവ്വലോകങ്ങളിലും ആത്മാവായി വിളങ്ങുന്ന ഈശ്വരനായിട്ടും മായാഗുണത്താൽ മറയ്ക്കപ്പെട്ട
സ്വരൂപത്തോടു കൂടിയിരിക്കുന്നതിനാൽ ജീവനായിട്ടും പ്രളയകാലത്ത് സത്വാദി ഗുണങ്ങളുടെ ശക്തികൾ ലയിക്കപ്പെട്ടിരുന്നപ്പോൾ സ്വസ്വരൂപത്തിൽ ഏകനായിട്ടിരുന്നുവോ ആ പുരാതന പുരുഷൻ ഇവൻ തന്നെ. സയേവ ഭൂയോ നിജവീരജ്യോതിതാം സ്വജീവമായാം പ്രകൃതിം സുതിക്ഷതിം അനാമരൂപാത്മനി രൂപനാമനി വിധിൽ സമാനോരു സസാരശാസ്ത്രകൃത്. അവൻ തന്നെ പിന്നീട് തൻ്റെ ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവളും തൻ്റെ അംശമായ ജീവനെ മായയാൽ മോഹിപ്പിക്കുന്നവളും സൃഷ്ടി നടത്താൻ ഇച്ഛിക്കുന്നവളുമായ പ്രകൃതിയെ അംഗീകരിച്ച് നാമരൂപങ്ങളോടുകൂടാതിരുന്ന ആത്മാവിൽ നാമങ്ങളെയും രൂപങ്ങളെയും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവനും അതിന് പ്രമാണമായി വേദങ്ങളെ പ്രകാശിപ്പിക്കുന്നവനും ആയിത്തീർന്നു. പ്രളയത്തിനു ശേഷവും പ്രളയത്തിനു മുമ്പും ഭഗവാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. നാമങ്ങളോ രൂപങ്ങളോ ഇല്ലാത്ത പരമാത്മാവ് ജീവന് നാമരൂപങ്ങളെ ഉണ്ടാക്കണം എന്ന് നിശ്ചയിച്ച് ജീവാത്മാക്കളെ മോഹിപ്പിക്കുന്ന ആ മൂലപ്രകൃതിയെ, അതായത് ആ മഹാമായയെ അനുസരിച്ചു അവളുടെ സഹായത്തോടെ സൃഷ്ടി നടത്തി എന്ന് സാരം. സവാ അയം യൽപദമത്ര സൂരയോ ജിതേന്ദ്രിയോ നിർജിതമാധരിശന പശ്യന്തി ഭക്തുൽകലിതാമലാത്മന നന്യേഷ തത്വം പരിമാഷ്ടുമർഹതി. ഇന്ദ്രിയങ്ങളെ ജയിച്ചവരും പ്രാണായാമം ചെയ്ത് പ്രാണനെ നിയന്ത്രിച്ചവരുമായ ഭക്തന്മാർ ഭക്തിയുടെ ആധിക്യത്താൽ പരിശുദ്ധമായ മനസ്സുകൊണ്ട് ഏതൊരു പുരാണ പുരുഷന്റെ സ്വരൂപത്തെ കാണുന്നുവോ അവൻ തന്നെ ഈ സഖി, ഈ കൃഷ്ണൻ. ഇവന് മാത്രമേ നമ്മുടെ അന്ധകരണത്തെ പരിശുദ്ധമാക്കാൻ സാധിക്കുകയുള്ളൂ. സവാ അയം സഖ്യനു ഗീതസൽക്കതോ വേദേഷു ഗുഹ്യേഷു ജഗുഹ്യവാദിഭി യേക ഈശോ ജഗദാത്മലീലയാ സുജത്യവത്യത്തിന തത്ര സജ്ജതേ. ഹേ സഖി, ഏകനായ ഏതൊരു ഈശ്വരൻ തൻ്റെ ലീലയാൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കുന്നു, എന്നാൽ ആ പ്രപഞ്ചത്തോട് ചേർച്ചയില്ലാതിരിക്കുന്നു എന്ന് രഹസ്യത്തെ പറയുന്നവരാൽ നിർമ്മിക്കപ്പെട്ട രഹസ്യ ഗ്രന്ഥങ്ങളിലും വേദങ്ങളിലും അനുഗാനം ചെയ്യപ്പെട്ട ആ പുരാണ പുരുഷൻ ഈ കൃഷ്ണൻ തന്നെ. യഥാഹ്യധർമ്മേണ തമോദിയോ നൃപ ജീവന്തി തത്രൈവ ഹി സത്വതക്കില ദത്തേ ഭഗം സത്യമൃതം ദയാം യശോ ഭവായ രൂപാണി തദ്യുഗേ യുഗേ. രാജാക്കന്മാർ അജ്ഞാനത്തിൻ്റെ ആധിക്യത്താൽ അധർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ച് പ്രജാരക്ഷണം എന്ന ധർമ്മത്തെ വിസ്മരിച്ച് സ്വന്തം സുഖത്തിനായി ജീവിക്കുമ്പോൾ ഈ ഭഗവാൻ ലോകക്ഷേമത്തിനു വേണ്ടി യുഗം തോറും ശുദ്ധസത്വ ഗുണങ്ങളാൽ ശരീരം ഭരിച്ച് സത്യപ്രതിജ്ഞ പാലനം ചെയ്ത് വർണ്ണാശ്രമ ധർമ്മങ്ങളെയും ഐശ്വര്യത്തെയും കാരുണ്യത്തെയും അത്ഭുത കർമ്മങ്ങളെയും സ്ഥാവരങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു. അഹോ അലം ഷാക്യതമം യഥോ കുലം അഹോ അലം പുണ്യതമം അധോർവനം യഥേഷ പുംസാ വൃഷഭശ്രിയപ്പതി സ്വജന്മന ചാക്രമണേന ജാഞ്ജതി. ലക്ഷ്മീദേവിയുടെ പ്രാണനാഥനും പുരുഷോത്തമനുമായി ഇവൻ ഏതൊരു കാരണത്താൽ തൻ്റെ അവതാരം കൊണ്ട് യദുകുലത്തെ അലങ്കരിക്കുന്നുവോ അത് ഹേതുവായിട്ട് ആ കുലം ഏറ്റവും ശ്ലാഘ്യമായതും തൻ്റെ സഞ്ചാരം കൊണ്ട് സൽക്കരിച്ചതായ മധുവനം ഏറ്റവും പുണ്യമുള്ളതും ആയിരിക്കുന്നു. അഹോബദസ്സര്യശ തിരസ്കരീ കുശസ്ഥലീ പുണ്യയശസ്കരീ ഭുവ പശ്യന്തി നിത്യം യദനുഗ്രഹേഷിതം സ്മിതാവലോകം സ്വപതിം സ്മയത് പ്രജാഹ. അഹോ ആശ്ചര്യം, ദ്വാരക സ്വർഗത്തിൻ്റെ കീർത്തിക്ക് കുറവുണ്ടാക്കുകയും ഭൂമിക്ക് അതീവ പുണ്യം നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദ്വാരകാവാസികളായ ജനങ്ങൾ ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം അവരിൽ ഉണ്ട് എന്ന് കാണിക്കുന്ന മന്ദഹാസത്തോടും കടാക്ഷത്തോടും കൂടി തങ്ങളുടെ നാഥനെ നിത്യവും കാണുന്നുണ്ടല്ലോ. നൂനമൃതസ്നാനഹൃദാദീനേശ്വര സമർച്ചിതോ യസ്യ ഗൃഹീതപാണിഭി പിബന്ധിയാ സഖ്യധരാമൃതം മുഹോ വ്രജസ്ത്രീയ സമ്മുഹൂര്യദാശയ. ഈ കൃഷ്ണന്റെ ഭാര്യമ പൂർവജന്മത്തിൽ വ്രതാനുഷ്ഠാനം, പുണ്യസ്നാനം, ഹോമം തുടങ്ങിയവ കൊണ്ട് ഈശ്വരപൂജ നടത്തിയവർ തന്നെയാണ് എന്ന് നിശ്ചയം. ഈ സഖി, ഗോപസ്ത്രീകൾ ഏതൊരുവന്റെ അധരാമൃതം പാനം ചെയ്യാൻ ആഗ്രഹിച്ച് മോഹിച്ചുവോ ആ അധരാമൃതം ഇവന്റെ പത്നിമാർ വീണ്ടും വീണ്ടും പാനം ചെയ്യുന്നുവല്ലോ. അവരുടെ ഭാഗ്യം ആശ്ചര്യം തന്നെ. യാ വീര്യശുൽക്കേന ഹൃദാ സ്വയംവരേ പ്രമത്യ ദൈത്യ പ്രമുഖാൻ ഹി സുഷ്മിണ പ്രദ്യുമ്ന സാംബാബ സുധാദയോ പര യാഹൃദാ ഭൗമവദേ സഹസ്രശ ഏതാപരം സീതുമഭാസ്തപേശലം നിരസ്തശൗചം വദ സാധു കുർവദേ യാസാം ഗൃഹാത് പുഷ്കരലോചനപതിർ നജാത്വവൈത്യാ ഹൃദി ബിർഹൃദി സ്പൃശൻ. ബലിഷ്ഠന്മാരായ ശിശുപാലാദികളെ
പരാജയപ്പെടുത്തി രുക്മിണി, ജാമ്പവതി തുടങ്ങിയവരെ സ്വയംവരം നടത്തി സ്വാധീനത്തിലാക്കിയവനും പ്രദ്യുമ്നൻ, സാമ്പൻ, അമ്പൻ അതിയായ പുത്രന്മാരോട് കൂടിയവനുമായി ഇവൻ നരകാസുരനെ വധിച്ച ശേഷം അബലകളായ അനേകം സ്ത്രീകളെ വീര്യശുൽക്കം നൽകി വരിച്ചപ്പോൾ സ്വാതന്ത്ര്യാദി ശ്രേഷ്ഠ ഗുണങ്ങളില്ലാത്ത പരിശുദ്ധരല്ലാത്ത സ്ത്രീകൾക്ക് ആയവ നൽകി പരിശുദ്ധി നൽകി. അതിന് കാരണം അവരുടെ ഭർത്താവായ ശ്രീകൃഷ്ണൻ പാരിജാതഹരണം മുതലായ കാര്യങ്ങളെ കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ ആനന്ദം വർദ്ധിപ്പിച്ചു. ഒരു സമയത്തും അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകാതിരിക്കുന്നത് തന്നെ ആശ്ചര്യമല്ലേ? ഇവരുടെ ജന്മം സഫലമായി. ശ്രീകൃഷ്ണ പ്രസാദം മൂലം അവരെല്ലാം പരമമായ മുക്തിക്ക് യോഗ്യരായിരിക്കുന്നു. ഏവം വിദാഗതന്തീനാം സാഗിരപുരയോഷിതാം നിരീക്ഷണേനാഭിനന്ദൻ സസ്മിതേന യയോ ഹരിഹേ. ഈ വിധത്തിൽ സംഭാഷണം ചെയ്യുന്ന പുരസ്ത്രീകളുടെ വാക്കുകളെ കേട്ട് മന്ദഹാസത്തോടു കൂടിയ നോട്ടത്താൽ അഭിനന്ദിച്ചുകൊണ്ട് ആ കൃഷ്ണൻ യാത്ര ചെയ്തു. വളരെ അകലെ നിന്ന് സ്ത്രീകളുടെ സംഭാഷണം കൃഷ്ണൻ എങ്ങനെ കേട്ടു എന്ന് സംശയമുണ്ടാകാം. സർവ്വജീവികളുടെയും ഉള്ളിലിരിക്കുന്ന ഭഗവാൻ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് സാരം. അജാതശത്രു പ്രധനാം ഗോപീതായ മധുദ്ദിശ പരേഭ്യ ശങ്കിത സ്നേഹ പ്രായുക്ത ചതുരംഗിണിം. അജാതശത്രുവായ ധർമ്മപുത്രർ കൃഷ്ണനോടുള്ള അതിസ്നേഹം കൊണ്ട് ആ മധുവൈരിക്ക് ശത്രുക്കളിൽ നിന്ന് ആപത്തുണ്ടാകുമോ എന്ന് ശങ്കിച്ച് ചതുരംഗപ്പടയെ അകമ്പടിക്കായിട്ട് നിയോഗിച്ചു. അത് ദുരാഗതാൻ ശൗരി കൗരവാൻ വിരഹാതുരാൻ ധന്യവർത്തിയാദൃഢം സ്നിഗ്ധാൻ പ്രായാസ്വനഗരിം പ്രിയൈ. അനന്തരം ശ്രീകൃഷ്ണൻ പ്രിയന്മാരോടുകൂടി കുറെ ദൂരം ഒരുമിച്ച് വന്നവരും വേർപാട് നിമിത്തം ദുഃഖിക്കുന്നവരുമായ യുധിഷ്ഠിരാദി പാണ്ഡവന്മാരെ മടക്കിയയച്ച ശേഷം സ്വന്തം രാജധാനിയെ പ്രാപിച്ചു. ഗുരുജാങ്കലപാഞ്ചാലാൻ ശൂരസേനാൻ സയാമുനാൻ ബ്രഹ്മാവർത്തം കുരുക്ഷേത്രം മത്സ്യാൻ സാരസ്വതാനദ മരുതൊന്നമതിക്രമ്യ സൗവീരാബീരയോപരാൻ ആനർത്താൻ ഭാർഗവോഭാഗ ശാന്തവാഹോ മനാഗ് വിഭുഹോ. ഈ ശൗനക, ഗുരുദേശം, ജാങ്കലം, പാഞ്ചാലം, ശൂരസേനം, യമുനാ തടദേശങ്ങൾ, ബ്രഹ്മാവർത്തം, മത്സ്യദേശങ്ങൾ, സരസ്വതി നദീതട ദേശങ്ങൾ, ജലരഹിതമായ നാടുകൾ, അല്പജലമുള്ള ദേശങ്ങൾ ഇവയൊക്കെ കടന്ന് കുതിരകൾ ക്ഷീണിച്ചതുകൊണ്ട് ആ പ്രഭുവായ കൃഷ്ണൻ സൗബീരം, ആബീരം, സിന്ധുദേശം, ആനർത്തദേശം എന്നിവ വളരെ മെല്ലെ മെല്ലെ കടന്നു. തത്ര തത്രൈതേർ ഹരി പ്രത്യുദ്യതാർഹണ സായം ബേജേദിശം പശ്ചാത് ഗവിഷ്ടൂഖം ഗതസ്തഥാ. അതത് ദേശങ്ങളിലെ ജനങ്ങൾ എതിരേറ്റ് പൂജാവിധാനങ്ങളോടെ സൽക്കരിച്ചതിനാൽ അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് സായംകാലത്ത് സൂര്യൻ സമുദ്രത്തിൽ പ്രവേശിക്കുന്നത് പോലെ ദ്വാരകാപുരി പ്രാപിച്ചു. ഹസ്തിനാപുരത്തു നിന്ന് ദ്വാരകയിലേക്ക് പോകാൻ ഈ സ്ഥലങ്ങളിലൊന്നും പോകേണ്ടതില്ല. എന്നാൽ ഭഗവാന്റെ യാത്ര അറിഞ്ഞ് ഓരോരോ ദേശത്തുള്ളവരും ക്ഷണിച്ചു കൊണ്ടുപോയി പൂജയും സൽക്കാരവും നൽകിയതിനാലാണ് അവിടെയൊക്കെ പോകേണ്ടി വന്നത് എന്ന് അർത്ഥം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ ശ്രീകൃഷ്ണദ്വാരകാഗമനം നാമ ദശമോധ്യായഃ. 1-ാം സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യദക്ഷരം പദഭ്രഷ്ടം മാത്രാഹീനം യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപദാക്ഷരാണി ച നൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം തത്സത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.